നമസ്കാരം, നിഖിലാണ്. അങ്ങനെ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ 48, 32, 16, 8 ടീമുകളായി ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നടക്കാനിരിക്കുന്നത് സെമി ഫൈനൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ്. ഈ 8 ടീമുകളിൽ നിന്നുള്ള 4 ടീമുകൾ സെമി ഫൈനലിലെത്തും. അതിനുവേണ്ടി ഉള്ള പോരാട്ടങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇന്നിനി മത്സരങ്ങളൊന്നുമില്ല. ഇന്നലെ നടന്ന 2 മത്സരങ്ങളോടുകൂടി ഈ ഒരു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയായി. ക്വാർട്ടർ ഫൈനലിലുള്ള ലൈനപ്പ് എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന 2 മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു ഈ ലോകകപ്പിലെ ഏറ്റവും ആരാധകരെ മുൾമുനയിൽ നിർത്തിയൊരു പോരാട്ടമായിരുന്നു അർജൻറ്റീനയും ഈജിപ്തും തമ്മിലുണ്ടായിരുന്നത്. ഒരു മനോഹരമായ മത്സരം തന്നെയായിരുന്നു. ഒപ്പം സ്വിറ്റ്സർലൻഡും കൊളംബിയയും തമ്മിലൊരു പോരാട്ടവും ഉണ്ടായിരുന്നു. ഈ 2 മത്സരങ്ങളാണ് ഇന്നലെ നടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്ന മറ്റൊരു കാര്യം, ഇനി അങ്ങോട്ടുള്ള ആ ഒരു ക്വാർട്ടർ ഫൈനലിൻ്റെ ലൈനപ്പ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് വരാം. ഇന്നലെ അർജൻറ്റീന ഈജിപ്തിനെതിരെ 2-3 ഗോളുകൾക്കാണ് അർജൻറ്റീന വിജയിച്ചത്. അർജൻറ്റീന 3, ഈജിപ്റ്റ് 2 എന്നുള്ളൊരു ഗോൾ നിലയിലാണ് വിജയിച്ചത്. ആദ്യ ഗോൾ നേടിയത് ഈജിപ്റ്റാണ്, രണ്ടാം ഗോൾ നേടിയത് ഈജിപ്റ്റാണ്. അതായത് 2-0 പിന്നിട്ടുന്നതിന് ശേഷമാണ് 3-2 ഒരു വലിയ വിജയം അർജൻറ്റീന സ്വന്തമാക്കിയത്. അർജൻറ്റീന ആരാധകരെയൊക്കെ സംബന്ധിച്ച് വളരെ വലിയ നിരാശയിലായിരുന്നു. കളിയുടെ ഒരു 75-ാം മിനിറ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയൊക്കെ വലിയ നിരാശയിലായിരുന്നു അർജൻറ്റീന ആരാധകരൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് അർജൻറ്റീനയുടെ വലിയൊരു കംബാക്ക് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. മത്സരം തുടങ്ങി 15-ാം മിനിറ്റിൽ ഈജിപ്തിന് വേണ്ടിയിട്ട് യാസിർ ഇബ്രാഹിമിൻ്റെ വക ഒരു ഗോള് നേടുന്നു. 67-ാം മിനിറ്റിൽ സിക്കോയുടെ വക ഈജിപ്തിന് 2ാം ഗോൾ. അങ്ങനെ 2-0 എന്നൊരു ആദ്യ പകുതി അവസാനിച്ചപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, 15-ാം മിനിറ്റിൽ നേടിയ ഗോളിൻ്റെ ബലത്തിലാണ് ഈജിപ്റ്റ് മുന്നിലുണ്ടായിരുന്നത്. 2ാം പകുതിയിൽ വ്യക്തമായ ആധിപത്യം ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 67-ാം മിനിറ്റിൽ അവർ ഗോൾ നേടുന്നു. അങ്ങനെ 2-0 അർജൻറ്റീന പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അർജൻറ്റീന ആരാധകർക്ക് വലിയ നിരാശയിലായിരുന്നു. കാരണം അർജൻറ്റീന ലോകകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ കാണാതെ ബ്രസീലിനും പോർച്ചുഗലിനും ജർമ്മനിക്കും പിന്നാലെ അർജൻറ്റീനയും പുറത്താവുകയാണോ എന്നൊരു ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അവിടെ നിന്ന് 75-ാം മിനിറ്റിൽ ഹൈഡ്രേഷൻ ബ്രേക്കിലേക്ക് പിരിയുന്നു. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം അർജൻറ്റീന ടീം ഒരു വലിയൊരു കംബാക്ക് തന്നെ നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് മെസ്സി, അതുവരെ ഉണ്ടായിരുന്ന മെസ്സിയിൽ നിന്നും വലിയൊരു മാറ്റം സംഭവിക്കുന്നു. മൊത്തത്തിൽ ടീമിൻ്റെ ആ ഒരു പെർഫോമൻസിനൊക്കെ കൃത്യമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് മൊത്തത്തിൽ ടീമിൽ നടക്കുന്നു എന്നുള്ളതാണ്. 79-ാം മിനിറ്റിൽ റൊമേരോയുടെ വക ആദ്യ ഗോൾ അർജൻറ്റീനയ്ക്ക് അനുകൂലമായി വീഴുന്നു. അർജൻറ്റീന ആരാധകർക്ക് വലിയ ആവേശത്തിലായിരുന്നു. തൊട്ടു പിന്നാലെ ഒരു 4 മിനിറ്റിനപ്പുറം 83-ാം മിനിറ്റിൽ മെസ്സിയുടെ കാലിൽ നിന്നും അടുത്ത ഗോൾ കൂടി വീഴുന്നു. അങ്ങനെ 2-2 അർജൻറ്റീന ഒപ്പത്തിനൊപ്പം എത്തുന്നു. മത്സരം 90 മിനിറ്റ് ആകുമ്പോഴും ഇഞ്ചുറി ടൈമിലേക്ക് പോകുമ്പോഴും മത്സരം 2-2 എന്നൊരു സ്കോറിലേക്ക് പോകുന്നു. ഇഞ്ചുറി ടൈമിൽ എൻസോ ഫെർണാണ്ടസിന് വക അടുത്ത ഗോൾ കൂടി വലയിലാകുന്നതോടുകൂടി 3-2 ഒരു ലീഡ് അർജൻറ്റീന സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ലോകകപ്പിലെ ഏറ്റവും നാടകീയമായൊരു തിരിച്ചുവരവ് തന്നെ എന്ന് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ നമ്മൾ കണ്ടതാണ്. ഫ്രാൻസുമായ ഒരു നാടകീയമായ മത്സരം നമ്മൾ കണ്ടു. പക്ഷേ അതിനേക്കാൾ ആവേശം നിറഞ്ഞു നിന്നൊരു മത്സരം തന്നെയായിരുന്നു അർജൻറ്റീനയുടേത് എന്ന് പറയാം. സാധാരണഗതിയിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, അർജൻറ്റീന ഒരു ഗോളിന് പിന്നിൽ പോയാൽ അർജൻറ്റീനയുടെ തിരിച്ചുവരവ് വളരെ പ്രതിസന്ധിയിലാവുന്ന ഒരു കാഴ്ച നമുക്ക് പലപ്പോഴും കാണാം. അത് നമുക്ക് കഴിഞ്ഞ ലോകകപ്പിലെ സൗദി അറേബ്യക്കെതിരായ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനൊരു പിന്നിൽ പോയാൽ ഒരു തിരിച്ചുവരവ് അർജൻറ്റീനയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അർജൻറ്റീന പലപ്പോഴും ആദ്യം പിന്നിൽ പോയ മത്സരങ്ങൾ പലപ്പോഴും അർജൻറ്റീന തോൽവി വഴങ്ങുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗംഭീരമായ തിരിച്ചുവരവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രത്തോളം നാടകീയമായ മനോഹരമായൊരു മത്സരം തന്നെയായിരുന്നു ഇതെന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ അവസാന 20 മിനിറ്റിലെ ഉയർന്ന പ്രസ്സിംഗ്, അവസാന 20 മിനിറ്റിലെ ഒരു പ്രകടനം തന്നെയാണ് അർജൻറ്റീനയ്ക്ക് ഏറ്റവും നിർണായകമായത്. ആദ്യ 75 മിനിറ്റൊക്കെ അർജൻറ്റീന കളിച്ചെങ്കിൽ പോലും അത്രത്തോളം വലിയൊരു പ്രസ്സിംഗ് ഗെയിമോ അല്ലെങ്കിൽ അത്രത്തോളം ഗംഭീര പ്രകടനം അർജൻറ്റീനയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ അവസാനത്തെ 20 മിനിറ്റ് അർജൻറ്റീന ഗംഭീരമായി കളിച്ചു എന്ന് പറയാൻ സാധിക്കും. ഒപ്പം ഈ അവസാന മിനിറ്റുകളിലെ മെസ്സിയുടെ പ്രകടനം അത് ടീമിന് വലിയ രീതിയിൽ നിർണായകമായി. അവസാന നിമിഷത്തെ സെറ്റ് പീസുകളിലെ ഒരു ആധിപത്യം അതും ടീമിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. ഈജിപ്തിലേക്ക് വന്നാൽ മികച്ച പ്രതിരോധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകൾ അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായാണ് അവർക്ക് 2 ഗോളുകൾ നേടിയത്. പക്ഷേ അവസാന നിമിഷത്തെ ആ ഒരു പ്രഷർ, സമ്മർദ്ദം അത് അതിജീവിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായി അർജൻറ്റീന മുതലാക്കുന്നൊരു സാഹചര്യം എന്തായാലും ഉണ്ടായി. അങ്ങനെ അർജൻറ്റീന ഈജിപ്തിനെ തകർത്തുകൊണ്ട് അവസാന 8ലേക്ക് അവർ ഇടം നേടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഗോൾ നേടുകയും ഒരു അസിസ്റ്റ് നടത്തുകയും ചെയ്ത ലയണൽ മെസ്സിയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നലത്തെ ഏറ്റവും മനോഹരമായ, ഈ ലോകകപ്പിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും മനോഹരം, ഏറ്റവും നാടകീയമായ മത്സരങ്ങളൊന്ന് ഇതുതന്നെയായിരുന്നു.
ഇതിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്ന് പിറന്ന ഒരു ഗോള് അത് ഫൗൾ ആയിരുന്നു. അത് വാറിലൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ആ ഗോൾ അത് ഫൗളാക്കി മാറ്റുന്നൊരു ഫ്രീ കിക്ക്, അർജൻറ്റീനയ്ക്ക് അനുകൂലമായി ഫ്രീ കിക്കായി മാറുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അർജൻറ്റീന ഈ ലോകകപ്പിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അർജൻറ്റീനയുടെ എതിരാളി ആരാകും എന്നൊരു ചോദ്യം, അതിന് എതിരാളിയെ തീരുമാനിക്കുന്നതിനുള്ള മത്സരമായിരുന്നുള്ളത് രണ്ടാമത്തെ സ്വിറ്റ്സർലൻഡും കൊളംബിയയും തമ്മിലൊരു പോരാട്ടമായിരുന്നു. ഇതിൽ കൊളംബിയയ്ക്കൊരു നേരിയ മേൽക്കൈയൊക്കെ പലരും പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷേ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രകടനം അത് എടുത്തു പറയേണ്ടതാണ്. കളി അവസാനിക്കുമ്പോഴും ഇഞ്ചുറി ടൈമിലേക്ക് പോകുമ്പോഴും അധിക സമയത്തേക്ക് പോകുമ്പോഴും ഒക്കെ സ്കോർ സമനിലയാണ്. രണ്ട് ടീം ഗോൾ രഹിതമാണ്. ഗോൾ രഹിത സമനിലയായി തന്നെ മത്സരം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു. അവിടെ 4-3 ഒരു വിജയം സ്വിറ്റ്സർലൻഡ് സ്വന്തമാക്കിക്കൊണ്ട് അവരും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. സ്വിറ്റ്സർലൻഡിൻ്റെ പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സംഘടിതമായ പ്രതിരോധം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം അവർക്കുണ്ടായി. ഗോൾ കീപ്പറുടെ നിർണായക സേവുകൾ അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. അപ്പോൾ പെനാൽറ്റിയിലേക്ക് പോയപ്പോൾ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. കൊളംബിയയിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ അവർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഫിനിഷിങ് കുറവായിരുന്നു. ഷൂട്ടൗട്ടിൽ പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതാണ് അവർക്കും ദോഷമായി മാറിയത്. കൊളംബിയയ്ക്കും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് വിജയിച്ചുകൊണ്ട് അർജൻറ്റീനയുടെ ഒരു എതിരാളിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന അല്ലെങ്കിൽ രണ്ട് മത്സരങ്ങൾ ഇതാണ്. ഇനി അങ്ങോട്ടുള്ള ഇപ്പോൾ ഇന്നിനി മത്സരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന മത്സരങ്ങളെപ്പറ്റി പറയാം. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അതിനുള്ള ലൈനപ്പ് ആയിട്ടുണ്ട്. ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണ് പോരാട്ടം ഉള്ളത്. സ്പെയിനും ബെൽജിയവും തമ്മിൽ നേർക്കുനേർ വരുന്നു. ഇംഗ്ലണ്ടും നോർവേയും വരുന്നുണ്ട്. അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിൽ മത്സരം നടക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് നടക്കുന്നത്. ആദ്യ ക്വാർട്ടറിന് ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസിലേക്ക് ഒന്ന് ഗ്രൂപ്പ് ഘട്ടത്തിലടക്കം മികച്ച പ്രകടനം ഒരു കാഴ്ചവെച്ചിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് ജേതാക്കൾ ചാമ്പ്യന്മാരായി എത്തി. ഒപ്പം ഈ റൗണ്ട് ഓഫ് 32-ലും മികച്ച പ്രകടനം തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഈ ഒരു റൗണ്ട് ഓഫ് 16 അതായത് പ്രീ ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ പരാഗ്വേക്കെതിരെ ഒരു കഷ്ടിച്ച് വിജയിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോയത് എന്നുള്ളതാണ്. അത് ഫ്രാൻസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദന തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ. കാരണം പ്രീ ക്വാർട്ടറിൽ പരാഗ്വേക്കെതിരെ ഒരു പോരാട്ടം, അതിൽ ജർമ്മനിയെ പുറത്താക്കി വന്ന ടീമാണ് പരാഗ്വേ. അവർക്കെതിരെ പോരാട്ടം അനായാസമായി വിജയിക്കുമ്പോൾ അര ഡസൻ ഗോളുകളൊക്കെ നേടാൻ സാധ്യതയുണ്ടെന്നൊക്കെ രീതിയിൽ ഉള്ള ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയെങ്കിൽ പോലും അവസാന നിമിഷം നേടിയൊരു ഗോളിൻ്റെ ബലത്തിൽ മാത്രമാണ് ഫ്രാൻസിന് വിജയം സ്വന്തമാക്കാനായത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ രീതിയിൽ മത്സരം കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മൊറോക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാനഡയെ 3-0 തകർത്തുകൊണ്ടാണ് അവർ റൗണ്ട് ഓഫ് 16-ൽ നിന്ന്, അതായത് പ്രീ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്, പല വമ്പൻ ടീമുകളെയും അട്ടിമറിച്ചുകൊണ്ടാണ് മൊറോക്കോ അവസാന സെമിഫൈനൽ വരെ എത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നൊരു വലിയ ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണ്. അടുത്ത മത്സരം സ്പെയിനും ബെൽജിയവും തമ്മിലുള്ള പോരാട്ടമാണ്. നമുക്കറിയാം, സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അടക്കം മികച്ച വിജയം സ്വന്തമാക്കി. ഒപ്പം പോർച്ചുഗലിനെ തകർത്തുകൊണ്ടാണ് സ്പെയിൻ എന്തായാലും ഈ ഒരു പ്രീ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത്. ബെൽജിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ USA തകർത്തുകൊണ്ടാണ് അവരും ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പം ഇരു ടീമിൻ്റെയും പ്രകടനം അത് വളരെ മികച്ചതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതാണ് സ്പെയിനും ബെൽജിയവും തമ്മിൽ തീവാറുന്നൊരു പോരാട്ടം തന്നെ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. യമാലും പെഡ്രിയും അടങ്ങുന്ന ആ ഒരു സ്പെയിൻ്റെ നിര, ഡിബ്രൂയിനും ലുക്കാക്കുവും ഒക്കെ അടങ്ങുന്ന ആ ഒരു ബെൽജിയം നിരയ്ക്ക് നേരെ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടം കൂടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് നടക്കുന്ന മറ്റൊരു മത്സരം ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ളതാണ്. അറിയാം, നോർവേ ബ്രസീലിനെ തകർത്തുകൊണ്ടാണ് എത്തുന്നത്. ഇംഗ്ലണ്ടാകട്ടെ മെക്സിക്കോയെ തകർത്തുകൊണ്ടാണ് അവരെത്തുന്നത്. അപ്പം ബ്രസീലിനെ തകർന്നൊരു ആത്മവിശ്വാസം എന്തായാലും നോർവേക്കുണ്ട്. ഒപ്പം ഹാളണ്ടിൻ്റെ ഒരു ഫോമും അവർക്ക് വലിയ രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പലപ്പോഴും ഹാളണ്ടിൻ്റെ പന്ത് കിട്ടുന്നത് വളരെ കുറച്ച് സമയം, ഹാളണ്ടിൽ ഇപ്പോൾ 10-20 ടച്ച് മാത്രമേ പന്തിൽ നടത്തുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൽ പോലും ഗോളുകൾ നേടുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പോലും ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ പോലും 2 ഗോളുകൾ ഹാളണ്ട് നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാളിൻ്റെ പ്രകടനം നോർവേക്ക് വളരെയധികം നിർണായകമാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാരി കെയ്നും അടക്കമുള്ളവർ മികച്ച ഫോമിലുണ്ട്. അത് അവർക്ക് ബെല്ലിംഗാമും ഒക്കെ മികച്ച ഫോമിലുണ്ട്. അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ മത്സരം വളരെ കടുത്തൊരു മത്സരത്തിലേക്ക് പോയി അധിക സമയം കഴിഞ്ഞൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എന്തായാലും വളരെ കൂടുതലാണ്. മറ്റൊരു പോരാട്ടം ഉള്ളത് അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരങ്ങളാണ് കൊളംബിയയെ തകർത്തുകൊണ്ട് സ്വിറ്റ്സർലൻഡും ഈജിപ്തിനെ തകർത്തുകൊണ്ട് അർജൻറ്റീനയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇരു ടീമുകളും മികച്ച ഫോമിൽ തന്നെയാണ്. അപ്പോൾ അതും ഒരു പോരാട്ടം തന്നെയാണ്. ഇനി
ഇവിടെ നിന്ന് വിജയിച്ചുകൊണ്ട് ഈ ഒരു ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ് സെമിയിലേക്ക് വരികയാണെങ്കിൽ ആരൊക്കെ ഏറ്റുമുട്ടും എന്ന് നോക്കിയാൽ ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിലെ വിജയികളും സ്പെയിൻ ബെൽജിയം മത്സരത്തിലെ വിജയികളും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക. അതായത് ഫ്രാൻസ് വിജയിക്കുകയാണെങ്കിൽ ഫ്രാൻസും സ്പെയിൻ വിജയിക്കുകയാണ് സ്പെയിനും തമ്മിലൊരു പോരാട്ടം വരാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് മൊറോക്കോ ജയിക്കുകയാണ് മൊറോക്കോയും സ്പെയിനും തമ്മിൽ, അല്ലെങ്കിൽ മൊറോക്കോയും ബെൽജിയം തമ്മിൽ, അല്ലെങ്കിൽ ഫ്രാൻസും ബെൽജിയം തമ്മിൽ അങ്ങനെ ഒരു പോരാട്ടമായിരിക്കും ഉണ്ടാവുക. ഈ 4 ടീമിലുള്ള 2 ടീമുകൾ നേർക്കുനേർ വരും. രണ്ടാമത്തെ സെമിഫൈനൽ വരുന്നത് ഇംഗ്ലണ്ട് നോർവേ മത്സരത്തിലെ വിജയികളും അർജൻറ്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തിലെ വിജയികളും തമ്മിലാകും ഏറ്റുമുട്ടുക. അതായത് ഇംഗ്ലണ്ട് വിജയിക്കുകയാണെങ്കിൽ അർജൻറ്റീന വിജയിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടും അർജൻറ്റീന തമ്മിൽ പോരാട്ടം വരും, അല്ലെങ്കിൽ ഇംഗ്ലണ്ടും സ്വിറ്റ്സർലൻഡും തമ്മിൽ പോരാട്ടം വരും. അതല്ലെങ്കിൽ നോർവേയും അർജൻറ്റീനയും തമ്മിലൊരു പോരാട്ടം, അല്ലെങ്കിൽ നോർവേയും സ്വിറ്റ്സർലൻഡും തമ്മിലൊരു പോരാട്ടം, അത് ആ മത്സരത്തിലേക്ക് വരും. എങ്ങനെ വന്നാലും വളരെ മികച്ചൊരു പോരാട്ടം തന്നെയായിരിക്കും. കാരണം ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലാണെങ്കിൽ ഹാരി കെയ്നും ലയണൽ മെസ്സിയും ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രത്യേകത വരും. മറുവശത്ത് നോർവേയിലും അർജൻറ്റീനയും തമ്മിൽ വരികയാണെങ്കിൽ നോർവേയും അർജൻറ്റീനയും തമ്മിൽ പോരാട്ടം വരുമ്പോൾ അതിൽ ഹാളണ്ടും മെസ്സിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം എന്ന രീതിയിലേക്ക് വരും. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരങ്ങൾ ഇങ്ങനെ കടുക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗ്രൂപ്പ് കഴിയുമ്പോഴും ഓരോ ടീമുകൾ ഇങ്ങനെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാന ടീമുകളൊക്കെ പലരും പുറത്താവുന്ന ഒരു കാഴ്ച. എന്നാൽ പ്രതീക്ഷിക്കാത്ത ടീമുകൾ പലതും ഈ ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്രസീലും ജർമ്മനിയും പോർച്ചുഗലും ഒക്കെ പുറത്തായെങ്കിൽ പോലും മൊറോക്കോയും ബെൽജിയവും നോർവേയും സ്വിറ്റ്സർലൻഡും ഒക്കെ ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 4 ടീമുകൾ, ഇപ്പോൾ അർജൻറ്റീനയും ഇംഗ്ലണ്ടും സ്പെയിനും ഫ്രാൻസും ഒക്കെ ആണെങ്കിൽ താരതമ്യേന വലിയ ടീമുകളാണ്, വലിയ ആരാധകരുള്ള വലിയ ടീമുകളാണ്. പക്ഷേ മറുവശത്തുള്ള ടീമുകളെല്ലാം വലിയ ടീമുകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടൊക്കെ എത്തുന്ന ടീമുകൾ. പ്രത്യേകിച്ച് നോർവേയുടെ കാര്യത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ചുകൊണ്ട് എത്തുന്നു. അങ്ങനെ ഉള്ള പ്രകടനങ്ങളൊക്കെ പല ടീമുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രീ ക്വാർട്ടർ മത്സരം കഴിഞ്ഞുള്ള ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അത് ഈ വലിയ ടീം എന്ന് പേരുകേട്ട ടീമുകൾക്ക് അത്ര ഈസി ആവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പോരാട്ടം കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അതിവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.